നിങ്ങളൊക്കെ പറയാറുണ്ട് ഉസ്താദേ 25 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലെന്ന് പറയുന്ന സാധുക്കളുണ്ട്. ഇപ്പോ നിങ്ങൾ വിചാരിക്കേണ്ടത് അള്ളാഹു എന്ന് പറയുന്നത് കരുണയുള്ളവൻ. മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ ഒരു കൂട്ടുകാരനുണ്ട്. 9 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. 9 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. എപ്പോഴും എന്നെ വിളിച്ചിട്ട് പറയും ഉസ്താദേ മക്കളില്ല ഉസ്താദേ ദുആ ചെയ്യണം, മക്കളില്ല ഉസ്താദേ ദുആ ചെയ്യണം. അല്ലാഹുവേ, കഴിഞ്ഞ ദിവസം ഞാൻ ആ താനൂരിന് സ്ഥലത്ത് വഅദിന് പോയപ്പോ എന്റെ ഫോണിലേക്ക് ഇങ്ങനെ മെസ്സേജ് വന്നു, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. എന്താ ചങ്ങാതി ഇത്ര സന്തോഷം? ഉസ്താദേ 9 കൊല്ലമായി അല്ലാഹു എനിക്ക് മക്കളെ തന്നില്ല. 10ാമത്തെ കൊല്ലമായപ്പോ എന്റെ ഭാര്യ ഗർഭിണിയായി ഉസ്താദേ. അങ്ങനെ വല്ലാത്ത സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് ദുആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പിരിഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആ സഹോദരൻ വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഞാൻ ചോദിച്ചു എന്റെ ഭാര്യ പിന്നെയും ഗർഭിണിയായോ? ഞാൻ തമാശക്ക് ചോദിച്ചു ഭാര്യ പിന്നെയും ഗർഭിണിയായോ? അപ്പോൾ എന്നോട് പറയൂ ഉസ്താദേ അതൊന്നുമില്ല ഉസ്താദേ, എനിക്ക് വല്ലാത്ത സന്തോഷം ഉസ്താദേ. എന്തേ ഉസ്താദേ? ഞാൻ എന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞല്ലോ, അവളെ സ്കാൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇരട്ട കുട്ടികളാണ് വയറ്റിലുള്ളതെന്ന്. അതാ റബ്ബ് 9 കൊല്ലമായിട്ട് അല്ലാഹു മക്കളെ കൊടുത്തില്ല. 10ാമത്തെ കൊല്ലം അല്ലാഹു മക്കളെ കൊടുത്തു. ആ ഭാര്യയുടെ വയറ്റിന്റെ അകത്ത് 2 ഇരട്ട കുട്ടികളാ. അല്ലാഹുവേ, ആ 2 മക്കളെയും സ്വാലിഹീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്.